ഒരു കാര്യം നമ്മൾ അറിയണം, വിശുദ്ധ ഖുർആൻ ഇറങ്ങിയത് കൊണ്ടല്ല മക്കളെ റമളാൻ മഹത്വമുണ്ടാകുന്നത്. റമളാൻ മഹത്വമുള്ള മാസമായതുകൊണ്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഖുർആൻ ഇറക്കാൻ തെരഞ്ഞെടുത്തത് ഈ പുണ്യമായ മാസത്തിനെയാണ് മക്കളെ. അല്ലാഹുവിന്റെ 12 മാസങ്ങളിൽ അല്ലാഹു ഏറ്റവും പുണ്യമായ മാസമാക്കി മാറ്റിയിരിക്കുന്ന റമളാൻ. ആ റമളാനിൽ ഖുർആൻ ഇറങ്ങിയത് കൊണ്ടല്ല റമളാന് മഹത്വമുണ്ടാകുന്നത്. റമളാന്റെ മഹത്വം കൊണ്ടാണ് വിശുദ്ധ ഖുർആനെ അല്ലാഹു റമളാനിൽ ഇറക്കിയത്. റമളാന്റെ മഹത്വം കൊണ്ടാണ് അല്ലാഹു റമളാനിൽ പിശാചുക്കളെ ചങ്ങലയിടുന്നത്. റമളാന്റെ മഹത്വം കൊണ്ടാണ് അല്ലാഹു റമളാനിൽ നരകമോചിതരുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നത്. റമളാന്റെ മഹത്വം കൊണ്ടാണ് റമളാനിൽ അല്ലാഹു റഹ്മത്തിന്റെ വാതിലുകൾ തുറക്കുന്നത്. അല്ലാതെ റമളാൻ മാസം ഇതുകൊണ്ടൊന്നും മഹത്വമാകുന്ന മാസമല്ല. റമളാൻ അനുഗ്രഹത്തിന്റെ മാസമാ, പുണ്യത്തിന്റെ മാസമാണ് മക്കളെ. മഹാനായ പ്രവാചകൻ പഠിപ്പിച്ചതാ, റമളാനിൽ ഒരാൾ ശ്വാസം വിടുന്നതിന് നോമ്പുകാരന്റെ ശ്വാസോച്ഛ്വാസത്തിന് തസ്ബീഹിന്റെ കൂലിയാണെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ. നോമ്പുകാരൻ ക്ഷീണം കൊണ്ട് അല്പം മയങ്ങിപ്പോയാൽ ആ മയക്കത്തിന് ഇബാദത്തിന്റെ കൂലിയാണെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാ. ഈ ഈ മാസത്തിന്റെ ഓരോ സെക്കൻഡുകളും അനുഗ്രഹത്തിന്റെ സെക്കൻഡുകളാ. ഈ പുണ്യമായ മാസത്തിലെ ഓരോ സെക്കൻഡുകളും പാഴാക്കാൻ പാടില്ലാത്ത സെക്കൻഡുകളാ. അനുഗ്രഹത്തിന്റെ, റഹ്മത്തിന്റെ, ബർക്കത്തിന്റെ, നരകമോചനത്തിന്റെ, പാപമോചനത്തിന്റെ, പുണ്യത്തിന്റെ മാസമായി ഈ റമളാൻ. എന്റെ പ്രിയപ്പെട്ട ഇസ്ലാമിന്റെ മക്കളെ, അല്ലാഹു നമുക്ക് ആദരിച്ചു തന്ന ഈ പുണ്യമായ റമളാൻ മാസം, ഈ പുണ്യമായ റമളാൻ മാസത്തെ നമ്മൾ ബഹുമാനിച്ചോ? ഈ പുണ്യമായ റമളാൻ മാസത്തെ നമ്മൾ ആദരിച്ചോ? ഈ റമളാനിൽ നമ്മുടെ വാക്കുകളെ നമ്മൾ സൂക്ഷിച്ചോ? ഈ റമളാനിൽ നമ്മുടെ നാവിനെ നമ്മൾ സൂക്ഷിച്ചോ? എന്റെ പ്രിയപ്പെട്ട മുസ്ലിം സഹോദരൻ ചിന്തിക്കുക, എന്റെ ചെറുപ്പക്കാരൻ ചിന്തിക്കുക. നാവ് കൊണ്ട് തെറ്റ് പറയാതിരുന്നോ? നാവ് കൊണ്ട് പരദൂഷണം പറയാതിരുന്നോ? പരദൂഷണത്തിൽ നിന്ന് പൂർണ്ണമായി അകന്നു നിന്നോ? ഈ റമളാനിലെ ചെവി കൊണ്ട് പരദൂഷണം കേൾക്കാതിരുന്നോ? നാവ് കൊണ്ട് ഏഷണി കൂട്ടാതിരുന്നോ? കണ്ണുകൊണ്ട് ഹറാമ് കാണാതിരുന്നോ? പൊന്നുമോനെ, അല്ലാഹു ഇഷ്ടപ്പെടാത്തതൊന്നും നിന്റെ കണ്ണുകൊണ്ട് കണ്ടില്ലെന്ന് നിനക്ക് പറയാൻ പറ്റുമോ? ഈ റമളാനില് നീ അന്യ പെണ്ണുങ്ങളെ നോക്കിയില്ലെന്ന് പറയാൻ പറ്റുമോ? ഈ റമളാനില് നീ സിനിമാ പോസ്റ്ററിലെ നഗ്നയായി നിൽക്കുന്ന പെണ്ണിന്റെ ഫോട്ടോ നോക്കിയില്ലെന്ന് പറയാൻ പറ്റുമോ? ഈ റമളാനിൽ നീ ഹറാമായ കാഴ്ച കണ്ടില്ലെന്ന് പറയാൻ പറ്റുമോ? ഈ അനുഗ്രഹീത റമളാനിൽ നിന്റെ കണ്ണിനെ നീ സൂക്ഷിച്ചോ പൊന്നുമോനെ? ഈ റമളാനിൽ നിന്റെ മനസ്സിൽ ദുഷ്ചിന്തകൾ വരാതെ നിന്റെ മനസ്സിനെ നീ സൂക്ഷിച്ചോ പൊന്നുമോനെ? ഈ റമളാനിലെ തെറ്റിലേക്ക് നടക്കാതെ നിന്റെ കാലിനെ നീ തടഞ്ഞോ പൊന്നുമോനെ? ഈ റമളാനിൽ നിന്റെ കൈ കൊണ്ട് നീ തെറ്റ് ചെയ്യാതെ കയ്യെ നീ തെറ്റിൽ നിന്ന് പിൻവലിച്ചോ പൊന്നുമോനെ? എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, മനസാക്ഷിയോട് ചോദിക്കുക, ഈ അനുഗ്രഹീത റമളാനെ വേണ്ടവണ്ണം ആദരിച്ചോ എന്ന്? റമളാന്റെ എല്ലാ പകലുകളും നോമ്പ് നോറ്റോ? റമളാനിലെ നോമ്പുകൾ ഫലവത്തായോ? റമളാന്റെ ഫർദ് നിസ്കാരങ്ങൾ നിർവഹിച്ചോ? റമളാനിലെ സുന്നത്ത് നിസ്കാരങ്ങൾ നിർവഹിച്ചോ? റമളാനിലെ തറാവീഹ് നിസ്കാരങ്ങൾ നിർവഹിച്ചോ? റമളാനെ പൂർണ്ണമായി ആദരിച്ചോ? എന്റെ പ്രിയപ്പെട്ട മുസ്ലിം സഹോദരൻ മനസാക്ഷിയോട് ചോദിക്കണം. പാപം കൊണ്ട് കറുത്തുപോയ ഹൃദയമാ നമ്മുടേത്. ഒരു തെറ്റ് ചെയ്യുമ്പോൾ മുസൽമാന്റെ ഹൃദയത്തിൽ ഒരു കറുത്ത പുള്ളി വീഴും. അങ്ങനെ ഒരു തെറ്റിൽ ഒരു കറുത്ത പുള്ളി, 2 തെറ്റിന് 2 കറുത്ത പുള്ളി. എന്നാൽ നോക്കു മക്കളെ, നമ്മുടെ ഹൃദയത്തിൽ എത്ര ആയിരം കറുത്ത പുള്ളി വീണ് കാണും. ഒരു ചെറിയ തെറ്റ് ചെയ്യുമ്പോൾ, ഒരന്യ സ്ത്രീയെ നോക്കുമ്പോൾ, ഒരന്യ സ്ത്രീയെ ആഗ്രഹിക്കുമ്പോൾ, ഒരന്യ സ്ത്രീയുടെ പടം കണ്ട് സന്തോഷിക്കുമ്പോൾ, ഒരന്യ സ്ത്രീയുടെ ശബ്ദം കേൾക്കാൻ കൊതിക്കുമ്പോൾ, ഒരന്യ സ്ത്രീയുമായി സല്ലപിക്കുമ്പോൾ, ഒരന്യ സ്ത്രീയുമായി സഹവസിക്കുമ്പോൾ, ഒരു ഹറാമായ വർത്തമാനം പറയുമ്പോൾ, ഒരാളെക്കുറിച്ച് പരദൂഷണം പറയുമ്പോൾ, ഒരാളെക്കുറിച്ച് ഏഷണി കൂട്ടുമ്പോൾ, അപ്പോഴെല്ലാം നിന്റെ ഹൃദയത്തിൽ ഒരു കറുത്ത പുള്ളി വീണുകൊണ്ടിരിക്കുകയാ മുസൽമാനെ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഹൃദയത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താ? കറുത്ത് 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 കരിവാളിച്ച് കരിക്കട്ട പോലെ ആയി പോകുന്ന നമ്മുടെ ഹൃദയമാ. 11 മാസവും തെറ്റുകൊണ്ട് ഹൃദയം കറുത്ത് കരിക്കട്ടയായി പോയെങ്കിൽ അല്ലാഹു ഒരു പുണ്യത്തിന്റെ പൂമഴ പെയ്യുന്ന മാസം തരികയാ. പുണ്യത്തിന്റെ പൂമഴ പെയ്യുന്ന മാസമാ. അല്ലാഹുവിന്റെ റഹ്മത്ത് പങ്കു ചെയ്യുന്ന മാസമാ. ഈ റഹ്മത്തിനെ നമ്മൾ കറുത്ത ഹൃദയത്തിലേക്ക്, പാപം കൊണ്ട് കറുത്ത് കരിവാളിച്ചു പോയ ഹൃദയത്തിലേക്ക് അല്ലാഹുവിന്റെ റഹ്മത്തിനെ ശക്തിയായിട്ട് സ്പ്രേ ചെയ്തു കൊടുത്താൽ, ശക്തിയായിട്ട് റഹ്മത്തിനെ പങ്കു ചെയ്തു കൊടുത്താൽ, ആ റഹ്മത്തിന്റെ നനവ് കൊണ്ട് ഈ കറുപ്പ് മെല്ലെ അലിയാൻ തുടങ്ങും മക്കളെ. ആ കറുപ്പ് മെല്ലെ
മെല്ലെ മാറാൻ തുടങ്ങും, ആ അഴുക്ക് മാറാൻ തുടങ്ങും. അങ്ങനെ മെല്ലെ മെല്ലെ ഹൃദയത്തിൽ നിന്ന് അഴുക്ക് മാറി 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 ഹൃദയത്തിലെ ഈമാന്റെ പ്രഭ കൊണ്ട് പ്രശോഭിതമാകാൻ തുടങ്ങും. അങ്ങനെ വിശുദ്ധ റമളാന് നമ്മുടെ ഹൃദയങ്ങളെ ഈമാന്റെ പ്രഭ കൊണ്ട് പ്രശോഭിതമാക്കിയോ മക്കളെ? വളരെ ഗൗരവപൂർവ്വം ചിന്തിക്കുക. അള്ളാഹുവിന്റെ ഇബാദത്ത് ചെയ്ത് നമ്മുടെ പാപത്തിന്റെ കറുപ്പ് ഹൃദയത്തിൽ നിന്ന് നമ്മൾ കഴുകിക്കളഞ്ഞോ? അള്ളാഹുവിന്റെ റഹ്മത്ത് നമ്മുടെ ഹൃദയത്തിലേക്ക് പമ്പ് ചെയ്തോ? അള്ളാഹുവിന്റെ റഹ്മത്ത് കൊണ്ട് നമ്മുടെ ഹൃദയം പുണ്യമായോ? നമ്മുടെ ഹൃദയത്തിൽ നിന്ന് അനുഗ്രഹത്തിന്റെ തേന്മഴ പെയ്യുന്നത് കൊണ്ട് ആ അഴുക്കെല്ലാം പോയിട്ട് ഹൃദയത്തിൽ നിന്ന് ഈമാന്റെ പ്രഭ കൊണ്ട് ഹൃദയം പ്രശോഭിക്കാൻ തുടങ്ങിയോ മക്കളെ? ഗൗരവപൂർവ്വം ചിന്തിക്കും. പ്രിയപ്പെട്ട മുസൽമാനെ, ഇന്ന് നേരം വെളുത്തിട്ട് ഇന്ന് ഈ സമയത്തിനുള്ളില് 5 മിനിറ്റ് സമയം അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനെ കുറിച്ച് ചിന്തിച്ച എന്റെ അല്ലാഹ്, എന്റെ അല്ലാഹ്, എന്റെ അല്ലാഹ്, എനിക്ക് കൈ തന്ന അല്ലാഹ്, കാല് തന്ന അല്ലാഹ്, കണ്ണ് തന്ന അല്ലാഹ്, മൂക്ക് തന്ന അല്ലാഹ്, എനിക്ക് ശ്വസിക്കാൻ വായു ബുദ്ധിമുട്ടില്ലാതെ ശ്വാസം വിടാൻ അവസരം തന്ന അല്ലാഹ്, എന്റെ കൈകാലുകളെ ചലിപ്പിക്കാൻ ഭാഗ്യം തന്ന അല്ലാഹ്, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഒരു രോഗവും തരാത്ത പടച്ചവൻ, ഒരു ബുദ്ധിമുട്ടും തരാത്ത പടച്ചവൻ. ഈ വിനീതനായ ഞാൻ ഓർത്തുപോവുകയാണ് മക്കളെ. ഈ വിശുദ്ധ റമളാൻ മാസത്തിന്റെ ഒരാഴ്ച മുമ്പതാ വെള്ളിയാഴ്ച ദിവസം ജുമാ കഴിഞ്ഞിട്ട് എറണാകുളത്തെ കലൂരിലെ ജുമാഅത്ത് പള്ളിയിലെ ബഹുമാന്യനായ TSK തങ്ങള് അദ്ദേഹം ഇമാമായിട്ട് നിൽക്കുന്ന പള്ളിയിൽ പോയി അദ്ദേഹത്തിന്റെ പിന്നിൽ നിന്ന് ജുമാ നിസ്കരിച്ചിട്ട് മടങ്ങി വന്നു. ഞാൻ ജുമാ നിസ്കാരം കഴിഞ്ഞ് വീട്ടിൽ കയറിയിട്ട് ഞാൻ ഡ്രൈവറോട് പറഞ്ഞു, വണ്ടി എടുക്കാൻ എനിക്ക് പുറത്തൊരു സ്ഥലത്ത് വരെ പോണം, ഭക്ഷണം കഴിച്ചിട്ട് ഇറങ്ങാൻ പോകുമ്പോൾ വണ്ടി എടുക്കാൻ പറഞ്ഞപ്പോൾ എന്നോടൊപ്പമുള്ള ചെറുപ്പക്കാരൻ പോയിട്ട് ഗേറ്റ് തുറന്നു, വണ്ടി പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി. ഗേറ്റ് തുറന്നിട്ട് ഞാൻ കാറിൽ കയറാൻ ഇറങ്ങി വരുമ്പോൾ ആ ചെറുപ്പക്കാരൻ ഗേറ്റിന്റെ മുമ്പിൽ നിന്നിട്ട് കിഴക്ക് ഭാഗത്തേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുന്ന കാഴ്ചയാ ഞാൻ കാണുന്നത്. സാധാരണ ഞാൻ വണ്ടിയെടുക്കാൻ പറഞ്ഞാൽ പെട്ടെന്ന് വന്ന് സാധനങ്ങൾ എടുത്ത് വണ്ടിയിൽ വെച്ചിട്ട് കയറാൻ സംവിധാനം ചെയ്യുന്നയാള് അതിനുള്ള സംവിധാനം ചെയ്യാതെ മാറി നിന്നിട്ട് റോഡിൽ നിന്ന് കിഴക്കോട്ട് നോക്കി നിൽക്കുന്നത് കണ്ടിട്ട് ഞാൻ എന്ത് പറ്റി എന്ന് ചോദിച്ചപ്പോൾ ഒരാളൊരു സ്ത്രീയെ പൊക്കിയെടുത്തുകൊണ്ടുവരുന്നത് കണ്ടിട്ട് നിന്നുപോയതാണെന്ന് പറഞ്ഞു. ഞാനും ചെന്നിട്ട് ആ റോഡിൽ നിന്നിട്ട് നോക്കിയപ്പോഴെന്താ കാഴ്ചയെന്നറിയുമോ? ഒരു വൃദ്ധനായ മനുഷ്യൻ, വളരെ പടുവൃദ്ധനായ ഒരു മനുഷ്യൻ, അയാളുടെ വൃദ്ധയായ ഭാര്യ, തികച്ചും വൃദ്ധയായ ഭാര്യ, മാരകമായ രോഗം കൊണ്ട് നടക്കാൻ കഴിയാത്ത ക്ഷീണിതയായ ഭാര്യ. ഈ വൃദ്ധനായ മനുഷ്യൻ ആ ഭാര്യയെ എടുത്ത് തോളിലിട്ടിട്ട് നടക്കുകയാ. അയാൾക്ക് പൊക്കാൻ പറ്റുന്നില്ല. അവര് പതുക്കെ പൊക്കിയെടുത്ത് തോളിൽ വെച്ചിട്ട് ഒരു 2-3 അടി അങ്ങോട്ട് നടക്കും. 2-3 ചുവട് നടന്നിട്ട് പെട്ടെന്ന് തന്നെ അയാൾ നിൽക്കും. പിന്നെ നിന്നയാൾ കിതയ്ക്കും. ഭക്ഷണം കഴിച്ചു കാണില്ല. ഉച്ചയാണ്. എറണാകുളത്തെ റെസിഡൻഷ്യൽ ഏരിയയിലെ കലൂരത്തെ റെസിഡൻഷ്യൽ ഏരിയയിലെ വീടുകൾക്ക് മുന്നിലൂടെ പോയാൽ കഥകളെല്ലാം ഗേറ്റൊക്കെ പൂട്ടിയിട്ടിരിക്കും. ഗേറ്റിന്റെ മുമ്പിൽ വന്ന് മുട്ടിയാലും തുറക്കൂല. ആ അവസ്ഥയിൽ ഓരോ ഗേറ്റിന്റെ അടുക്കലും ഈ സ്ത്രീയെയും കൊണ്ട് അവര് എന്ന് നിൽക്കുന്നത് കണ്ടിട്ട് ഞാൻ അകത്തേക്ക് കയറിയിട്ട് ആ പയ്യനോട് പറഞ്ഞു, അവരടുത്ത് വരുമ്പോഴേക്ക് അവരെ വീട്ടിലേക്ക് കയറ്റൂ, അവരെ പുറത്തിരുത്തിയിട്ട് അവർക്ക് ഭക്ഷണം കൊടുക്കൂ, അവർക്ക് എന്തെങ്കിലും അല്പം പൈസയും കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ആ സ്ത്രീയെ അടുത്ത് കൊണ്ടുവന്നു. അവരകത്ത് കയറി. അവരാ സ്ത്രീയെയും കൊണ്ട് അയാൾ അകത്ത് കയറി. അകത്ത് കയറി കഴിഞ്ഞിട്ട് ഭക്ഷണം കൊടുത്തു കഴിഞ്ഞപ്പോഴാ ഞാൻ അടുത്തേക്ക് ചെല്ലുന്നത്. എന്താ അവസ്ഥയെന്നറിയോ? അടുത്തേക്ക് ചെന്ന് നോക്കുമ്പോൾ തമ്പുരാനെ, ആ വൃദ്ധയായ സ്ത്രീ അവരുടെ മുടിയെല്ലാം കൊഴിഞ്ഞ്, അവരുടെ കണ്ണെല്ലാം പഴുത്ത്, അവരുടെ ശരീരമെല്ലാം പഴുത്ത്, അവരുടെ 2 കാലുകളും പഴുത്ത് ദ്രവിച്ച് പറയാൻ പറ്റാത്ത അവസ്ഥയിൽ ആ കാലിലേക്ക് നോക്കിയ ഞാൻ കാണുന്നത് കാലിന് ചുറ്റും ഇങ്ങനെ ഈച്ച വട്ടമിട്ട് പറക്കുകയാ. ഞാൻ പെട്ടെന്ന് മൂക്ക് പൊത്തിപ്പിടിച്ചുകൊണ്ട് അകത്തേക്ക് പോയി. ശക്തമായ ദുർഗന്ധം കൊണ്ട് ഛർദിച്ചുപോയി. ആ അവസ്ഥയിലെ ദുർഗന്ധമായ ഈച്ച ഇങ്ങനെ വട്ടമിട്ട് പറക്കയാ. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞവർക്ക് അല്പം പൈസയും കൊടുത്ത് അവരെയും കൊണ്ട് പുറത്തിറങ്ങിപ്പോയി. എന്നിട്ട് കുറെ സമയം കഴിഞ്ഞിട്ടും എന്റെ വീടിന്റെ കാർപോർച്ചിന്റെ മുൻഭാഗത്തുള്ള സ്ഥലത്തും ദുർഗന്ധം മാറുന്നില്ല. ഡെറ്റോള് കലക്കിയ വെള്ളം കൊണ്ടുവന്ന് ഒഴിച്ചു നോക്കുന്നു, ലോഷൻ തളിച്ചു നോക്കുന്നു. പക്ഷേ ആ അന്തരീക്ഷത്തിൽ വ്യാപിച്ചു പോയ ദുർഗന്ധം മാറുന്നില്ല. അത്ര ശക്തമായിട്ട് ആ കാലിൽ നിന്ന് ദുർഗന്ധം വമിക്കയാ. ആ കാലുകൊണ്ട് നടക്കാൻ വയ്യാത്ത സ്ത്രീക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ, അവർക്ക് കഴിക്കാനുള്ള ഒരു ഗുളിക വാങ്ങാൻ ആ പ്രിയപ്പെട്ട ഭർത്താവ് അവരെയും എടുത്ത് തോളിലിട്ടുകൊണ്ട് നടക്കുകയാ. അയാൾ വൃദ്ധരായ മനുഷ്യനാ. അയാൾക്ക് നടക്കാൻ പറ്റാത്ത കൊണ്ട് തോളിലെടുത്തിട്ടിട്ട് 3 ചുവട് മുമ്പോട്ട് നടക്കും, എന്നിട്ട് അവിടെ വെക്കും. വീണ്ടും 3 ചുവട് മുമ്പോട്ട് നടക്കും, അവിടെ വെക്കും. എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനത്തെ ഒരവസ്ഥ തമ്പുരാനെ.
റമളാനിലെ നമ്മളൊന്ന് ഓർത്തു നോക്കു മക്കളെ. എനിക്കോ നിങ്ങൾക്കോ ഈ അവസ്ഥ ഉണ്ടായിപ്പോയാൽ, എന്റെ നിങ്ങളുടെയോ ഭാര്യമാർക്ക് ഈ അവസ്ഥ ഉണ്ടായിപ്പോയാൽ, ഇങ്ങനൊരവസ്ഥ വന്നതിന് ശേഷം കുടിക്കാൻ ഒരു ഗ്ലാസ് വെള്ളം പോലും സ്വന്തമില്ലാത്ത അവസ്ഥ വന്നാൽ, കയറിക്കിടക്കാൻ കിടപ്പാടമില്ലാത്ത അവസ്ഥ വന്നാൽ, എറണാകുളത്തെ റെയിൽവേ സ്റ്റേഷനിൽ അന്തി ഇറങ്ങുന്ന വൃദ്ധനും വൃദ്ധയുമാണ്. തമിഴ്നാട്ടുകാരാണ് അവിടെ വന്ന് താമസിക്കുന്നതാ, വർഷങ്ങളായിട്ട് യാചിച്ച് താമസിക്കുന്നതാ. മാരകമായ രോഗം പിടിപെട്ടിട്ട് ചികിത്സിക്കാൻ വകയില്ല. ആശുപത്രിയിൽ കൊണ്ടുപോയാൽ ആരും തിരിഞ്ഞു നോക്കുന്നില്ല. ആശുപത്രിയിൽ കിടക്കുമ്പം ഗുളിക വാങ്ങാൻ പൈസയില്ല. പട്ടിണി കൊണ്ട് പരിവട്ടം കൊണ്ട് പട്ടിണി അടക്കാൻ പശിയടക്കാൻ അവരെ എടുത്ത് തോളിൽ വെച്ചുകൊണ്ട് തെണ്ടാനിറങ്ങിയതാ, യാചിക്കാനിറങ്ങിയതാ. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ഓർക്കണം, നേരം വെളുക്കുമ്പോൾ കഴിക്കാൻ നമുക്ക് ചായ കിട്ടുന്നില്ലേ? എങ്ങനെയായാലും ഉച്ചയ്ക്ക് വയറു നിറയെ ഭക്ഷണം കഴിക്കുന്നില്ലേ? രാത്രിയിൽ വയറു നിറയെ അത്താഴം കഴിക്കുന്നില്ലേ? തുണിയില്ലാത്തത് കൊണ്ട് ഡ്രസ് ഇടാതെ വന്ന ആരെങ്കിലും മലപ്പുറം ജില്ലക്കാരിവിടെ ഇരിപ്പുണ്ടോ? ഉടുക്കാൻ തുണിയില്ലാത്തത് കൊണ്ട് ആരുടെയെങ്കിലും തുണി കടം വാങ്ങി ഉടുത്തുകൊണ്ട് വന്നവരാരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടോ? നോമ്പ് തുറന്നിട്ട് കഴിക്കാൻ ഭക്ഷണമില്ലാഞ്ഞ് ഒരു കീറ് കാരയ്ക്ക പോലും കഴിക്കാതെ വന്ന ആരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടോ? ആരും ഉണ്ടാകില്ലല്ലോ മക്കളെ. നമുക്ക് നമ്മുടെ നാഥൻ ചെയ്തു വന്ന നിയമത്തെത്രയാ? കഴിക്കാൻ ഭക്ഷണം തന്ന റബ്ബ് തആല, ശ്വസിക്കാൻ വായു തന്ന റബ്ബ് തആല, കിടക്കാൻ വീട് തന്ന റബ്ബ് തആല, ഭരിക്കാൻ വസ്ത്രം തന്ന റബ്ബ് തആല, ഭാര്യയ്ക്കും മക്കൾക്കും ആരോഗ്യം തന്ന റബ്ബ് തആല. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനെ കുറിച്ച് മക്കളെ ഇന്ന് നേരം വെളുത്തിട്ട് എന്റെ റബ്ബേ, മാരകമായ രോഗങ്ങളെ തൊട്ടെന്നെ കാത്ത റബ്ബേ, എനിക്ക് കഴിക്കാൻ ഭക്ഷണം തന്ന റബ്ബേ, എനിക്ക് കിടക്കാൻ കിടപ്പാടം തന്ന റബ്ബേ, എനിക്ക് ധരിക്കാൻ വസ്ത്രം തന്ന റബ്ബേ, എന്റെ നാഥാ നിനക്കാണ് സ്തുതി റബ്ബേ. റമളാനായിട്ട് എനിക്ക് എന്ത് മാറ്റം ഉണ്ടായി എന്ന് ഓരോരുത്തരും ആലോചിക്കും. പകല് കുറച്ച് സമയം പട്ടിണി നിന്നു, അതുകൊണ്ട് ഫർള് വീടും ഫിദിയ കൊടുക്കണ്ട, അതൊക്കെ ശരിയാണ്. പക്ഷേ റമളാൻ കൊണ്ട് മുഅ്മിനിനുണ്ടാകേണ്ട മാറ്റം നമുക്കുണ്ടായോ? നമ്മൾ ഗൗരവപൂർവ്വം ചിന്തിക്കണം. റമളാന്റെ ചൈതന്യം നമ്മൾ ഉൾക്കൊണ്ടോ? റമളാന്റെ ആദ്യത്തെ 10 നമ്മൾ അല്ലാഹുവിന്റെ അനുഗ്രഹം നേടിയോ? റമളാന്റെ 2ാമത്തെ 10 നമ്മൾ പാപമോചനം നേടിയോ? റമളാന്റെ 3ാമത്തെ 10 നരകമോചനം നേടിയോ? വളരെ ഗൗരവപൂർവ്വം നമ്മൾ ചിന്തിക്കണം. അല്ലാഹു തആല ഇനിയുള്ള ദിവസങ്ങളെങ്കിലും വിശുദ്ധ റമളാൻ മാസത്തിൽ പൂർണ്ണമായി ഉൾക്കൊണ്ട് ഇനിയുള്ള ദിവസങ്ങളിലെങ്കിലും ഇബാദത്ത് കൊണ്ട് ഹൃദയം നിറച്ച്, ശരീരം ഇബാദത്ത് കൊണ്ട് അല്ലാഹുവിന് വഴിപ്പെട്ട് ശരീരത്തെ വഴിപ്പെടുത്തി ഇബാദത്ത് കൊണ്ട് ഈ റമളാന്റെ ബാക്കിയുള്ള ദിവസങ്ങളെ ധന്യമാക്കി മാറ്റാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ.